ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടത്താണ്. ഇവിടെ വലുതായിട്ട് നെല്ലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. പാടം അങ്ങനെ നന്നായിട്ടൊന്നുമില്ല, വിത്ത് വിതച്ചതേ ഉള്ളൂ. എനിക്കിതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഒരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പം തണുപ്പും വെയിലും ഒന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ആ സമയത്തൊന്ന് പുറത്തിറങ്ങാം എന്ന് ഞാൻ ചിന്തിച്ച്. അപ്പം ഈ പുറത്തിറങ്ങുമ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്ത് പോകണം എന്നാണല്ലോ, എന്നാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം ഇതാണ്. ഒരു വീടിൻ്റെ അടുത്തുള്ളൊരു പാടമാണ്. ഒരുപാടുണ്ട്, അങ്ങോട്ട് ഒരുപാടുണ്ട്. അപ്പം ഇവിടെ വന്ന് ഞാൻ ആ റോഡിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം, തെന്നും. ഇത് ചെളിയൊക്കെ ആയതുകൊണ്ട് തെന്നും. നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. അപ്പം ഒരുപാട് എന്താ പറയുക, വലിയ ഒരു സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ കുറേ അകത്തോട്ട് സൂം ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലായിടത്തും ചെളിയാണ്, ചെളി കെട്ടി കിടക്കുകയാണ്. ഇവിടെ കൂടെ നടക്കാൻ പറ്റത്തില്ല. വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ചങ്ങോട്ട് നടക്കണമെന്നുണ്ട്. പക്ഷെ ഒരു പേടി, തെന്നി വീണ് കഴിഞ്ഞാൽ ഫോണുമായിട്ട് ഞാൻ വെള്ളത്തിലോ അല്ലെങ്കിൽ കാലിൽ പോയി. അത് കുറച്ച് നേരം ഇവിടെ നിന്ന് കേൾക്കുന്ന ആസ്വദിക്കാം. ഇനി കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കനാലാണ്. നല്ല രസമാണ് അത് കാണാൻ. നമുക്ക് അവിടെ പോകാം. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പോകാം. കാലം വഴിതെറ്റിപ്പോയി തന്നൊരു നാം ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടപ്രദേശം. ഇവിടെയൊക്കെ ഈ സമയത്ത് വേനൽക്കാലത്തും
അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ ഇവിടെ കാണാം കൂടുതലും ഈ മഴക്കാലത്ത്. അപ്പോഴാണ് ഈ പാടത്ത് വെള്ളവും അതുപോലെ തന്നെ ചേറും ഒക്കെ കാണാൻ ഒരു രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ ഇറങ്ങിയത്. പിന്നെ നമുക്ക് അധികം ക്ഷീണം ഉണ്ടാകുന്നില്ല. സൈക്കിളോട്ടി പോകുമ്പോൾ ചൂടും വിയർപ്പും ഭയങ്കര ക്ഷീണമായി. ഇതാകുമ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇറങ്ങിയതാണ് രാവിലെ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണിച്ചല്ല അടുത്ത പ്രാവശ്യം എനിക്ക് ചെയ്യാനായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. വീഡിയോ ഇത് കയറ്റമാണ്. അപ്പം ചിരിക്കുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഞാൻ സൂമാണെന്നോ നോട്ടോട്ടതാണ്. അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഈ വിത്ത് കൊടുക്കുന്നതിന് ഗ്യാസിനുണ്ടോ പൂക്കളുണ്ട്. ഇവിടുത്തെ തോടുകളെല്ലാം പായലും ഇതൊക്കെ കിടന്ന് വെള്ളം കെട്ടി കിടന്നു ഒഴുകി പോകില്ല. ഇവിടുത്തെ തോടുകളെല്ലാം പായൽ കെട്ടി കിടക്കാണ്, വെള്ളം പോകുന്നു. പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാർ എന്നെ വിളിച്ചാൽ അവർ വിത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മേടിച്ചു എന്ന് വെച്ചാൽ എനിക്ക് അധികം പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. വീടിൻ്റെ അടുത്താണ്, പക്ഷെ എനിക്ക് അങ്ങനെ അധികം ആരും പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഇപ്പോൾ ഈ മഴക്കാല ശുചീകരണ പരിപാടികൾ നടത്തുമെന്നാണ് പറയുന്നത്. ഏറ്റവും അത്യാവശ്യം ഇതേപോലുള്ള സ്ഥലത്ത് മഴക്കാല ശുചീകരണ പരിപാടികൾ നടത്തുന്നതാണ്. കാരണം ഇവിടുത്തെ തോടുകളുടെ അവസ്ഥ പായൽ കെട്ടി ചെളി കെട്ടി വെള്ളം അങ്ങനെ ഒഴുകിപ്പോവാത്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ തോടുകൾ. അപ്പം അത് മാറണം. ഈ പായലൊക്കെ മാറ്റിയാൽ ഇവിടുത്തെ ഇതിൽ സുഖമായിട്ട് പോകും. പായലൊക്കെ മാറ്റി പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാവേ. കണ്ട ഏണിപ്പാലം, ഇതാണ് ഏണിപ്പാലം. കൽക്കട്ടൊക്കെ വെച്ച് പൊക്കി കെട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. പക്ഷെ അത് പുതിയ ഗവൺമെൻറ് വന്നുകൊണ്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ആളുകൾക്കുണ്ട്, അതിന് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം 5 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ മലിനീകരണ കാര്യങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പുറത്ത് പാലത്തിൻ്റെ അവിടെ ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെ ഒക്കെ കൊടിയും ഫ്ലെക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കത് കാണിച്ചു തരാൻ കണ്ടത്. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അടുത്തുള്ള പാടം. ഞാൻ നേരത്തെ ഇവിടെ വന്നായിരുന്നു. ഇപ്പം അപ്പുറത്ത് വലിയ കനാലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം കാണിക്കാം. മുമ്പ് കാണിച്ചിട്ടുള്ള ഞാൻ തോന്നുന്നു. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. വെള്ളം കയറി കിടക്കണോ. അതുപോലെ തന്നെ ഒരുപാട് മീനുകളുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ആളുകൾക്ക് മാത്രമേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും മീൻ പിടിക്കാൻ വരുവാണെങ്കിൽ അതിൻ്റെ ആളുകളടുത്ത് ചോദിക്കണം, അനുവാദം മേടിച്ചാലേ മീൻ പിടിക്കാൻ പറ്റും. അതാണ് അവിടുത്തെ പ്രത്യേകത. ഈ കനാലിൽ നമ്മൾ അടുത്ത് എത്തി. പിന്നെ നമ്മളിപ്പം നിൽക്കുന്നത്, തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം വന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ പാടത്തിൻ്റെ അവിടെ നിന്നും വീഡിയോ ചെയ്തു. ആ സ്ഥലമാണ്, ഇതാണ് ആ സ്ഥലം. ഈ മഴക്കാല സമയത്ത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ വെയിൽ കാലത്താണെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും രാവിലെ ഒന്നും ഇതുപോലെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. മഴ സമയത്താണെങ്കിൽ ഞാനിത് ആദ്യം വന്നിടം കാണിച്ചു തരാം.
ഇതാണ്. ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കും. നല്ല രസമാണ് ഇവിടെ, പാടം കാണാനും നല്ല കാറ്റും നല്ല രസമാണ്. ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഇവിടെ വരും. ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്, കോൺക്രീറ്റ് ചെയ്ത ഹൈടെക് റോഡാണ്. പക്ഷേ ഈ കനാലുകൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കനാലുകൾ ഇങ്ങനെ വെള്ളം പോകാതെ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ബാക്കി റോഡിൻ്റെ കാര്യമൊക്കെയാണ്. ചില പാലങ്ങൾ പൊളിച്ചു പോണേണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഒരുപാട് നേരമായി. മഴക്കാറ് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിന്ന് തന്നെ നനഞ്ഞ് വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഞാൻ അതും കൂടെ കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ചെറിയൊരു സ്റ്റാൻഡ് കയ്യിലുള്ളത് ഭാഗ്യമായി. അബദ്ധത്തിലെങ്ങാണ്ട് മേടിച്ചാണ്. ഞാൻ ആദ്യം മേടിച്ചപ്പം വലിയ ഉപകാരം ഒന്നും ഉണ്ടാകത്തില്ല എന്നായിരുന്നു. കാരണം ഇത് ടേബിളെ വെച്ച് തന്നെ മറിഞ്ഞു വീഴുമെന്നൊക്കെ ആയിരുന്നു. ഉപയോഗിക്കാതിരിക്കുകയാണ്. ഇപ്പം എടുത്തത് വലിയൊരു കാര്യമാണ്. നോക്കാതെ അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ യാത്ര ചെയ്തു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എൻ്റെ ഈ സ്ഥലം. അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീടെത്താറായി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനിയും നമുക്ക് ആ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ യാത്ര നമുക്ക് നടത്താം. നല്ല രസമാണ് ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോകാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നോക്കുന്നു എന്താണ് ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആളുകൾ നോക്കുന്നു. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. നമുക്ക് അടുത്ത ദിവസം കാണാം. ഒരു ബൈ.